അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഇഷ്ടമുള്ള ഒരു ആണിൻ്റെ കൂടെ പെണ്ണിൻ്റെ കൂടെ കുറച്ചാളും ജീവിച്ചിട്ട് അയാളെ സ്വഭാവമൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നിച്ചു പോവുക, അല്ലെങ്കിൽ പിരിയുക. അങ്ങനെയാണ് ഇനി വിവാഹങ്ങൾ നടക്കേണ്ടത്. അതിന് നമ്മുടെ മക്കൾക്ക് അനുവാദം കൊടുക്കണം എന്ന് എന്ത് ചെയ്യാണ് സമൂഹത്തിൽ പറയാൻ ധൈര്യം കിട്ടും വിധം ഇത്തരം സ്വതന്ത്ര ചിന്തകൾക്കും ലിബറൽ ചിന്തകൾക്കും യഥാർത്ഥത്തിൽ ഇന്ന് പ്രചാരണം ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന സുഹൃത്തുക്കൾ, നമ്മളുടെ നയം എന്താണ്? അത് നമ്മൾ മറന്നു പോകരുത് ഈ തിരക്കിനിടയിൽ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ. ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും പറ്റൂല, അല്ലാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം, പിന്നെ അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ല. ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഖുർആൻ അനുവദിച്ചിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ്? അല്ലാഹ് പറഞ്ഞത് ചെയ്യാനേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് ചെയ്യാൻ, അതാണ് മതം എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹ് എന്തു പറഞ്ഞു, റസൂൽ എന്തു പറഞ്ഞു, അതാണ്. അതിൽ പിന്നെ ഒരു ചോയ്സ് നമുക്കില്ല. ഉണ്ടെന്ന് പറയുന്നത് മതവിരുദ്ധമാണ്, അത് മതത്തെ പൊളിക്കാനാണ്. നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹും റസൂലും പറഞ്ഞതാണ് ദീനെന്ന് അംഗീകരിക്കണം. വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലം മുബീന. അള്ളാഹുവിനും റസൂലിനും ആരെതിര് പ്രവർത്തിച്ചു അവൻ അങ്ങേയറ്റം വഴിപിഴച്ചിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞ നിയമത്തിനെതിരായിക്കൊണ്ടൊരു നിയമം ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ ദീന് വിട്ടു, അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി. അള്ളാഹു റസൂൽ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. സുമ്മലം യർതാബ്. ഇതൊക്കെ ശരി തന്നെയാണ്, അതിലൊരു സംശയവും രേഖപ്പെടുത്താത്ത ആളുകളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സത്യവിശ്വാസികളെ, അല്ലാഹും റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കടന്ന് പ്രവർത്തിക്കരുത്. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇതൊക്കെ ആ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇത് ധൈര്യമായി പറയാനുള്ള ഒരു കരുത്തുകൂടെ യഥാർത്ഥത്തിൽ ഇന്ന് പ്രബോധകന്മാർക്കും ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന്.